കലോത്സവത്തിന് ഒട്ടേറെ കുട്ടികൾ കലോത്സവ നഗരിയിലേക്ക് എത്തിച്ചേരുമ്പോൾ അവരുടെ ഒരു ആരോഗ്യ കാര്യത്തിൽ നമ്മൾ വലിയ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. മഞ്ഞപ്പിത്തമൊക്കെ പടർന്നു പിടിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധാലുക്കളാകുകയും വേണം. അത്തരത്തിൽ പയ്യന്നൂർ സോൾജിയേഴ്സ് ക്ലബ്ബ് ഇവിടെ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഇവിടെ എത്തുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മറ്റ് നാട്ടുകാർക്കും ഒക്കെ നൽകുന്നത്. നമ്മളെപ്പോഴും സോൾജിയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ടല്ലോ, അവർ നാട് കാക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും സമാധാനപരമായി കിടന്നുറങ്ങുന്നതെന്ന്. ആ ഒരു ജാഗ്രത അവർ ഈ ഒരു കാര്യത്തിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ, എങ്ങനെയൊക്കെയാണ് അവിടെ എത്തുന്ന കുട്ടികളുമൊക്കെ ഇവരോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുമായിരുന്നു, നിങ്ങൾ നാട് കാക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും കിടന്നുറങ്ങുന്നതൊക്കെ നമ്മളൊരു ക്ലീഷയുടെ എപ്പോഴും പറയാറുണ്ട്. ആ ഒരു ജാഗ്രത തന്നെയാണോ ഈ ഒരു ശുദ്ധമായ ജലം കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇവിടെ നിറവേറ്റുന്നത്? തീർച്ചയായിട്ടും. കാരണം നമ്മളിത് പയ്യന്നൂരത്തെ ഒരു കൂട്ടായ്മയാണ്. നമ്മളൊരു പയ്യന്നൂർ ഒരു 20 കിലോമീറ്റർ ചുറ്റളവിലെ ആർമി, എയർഫോഴ്സ്, നേവി, അതുപോലെ പാരാമിലിറ്ററി, അതുപോലെ സർവീസിന് വിരമിച്ച ഒരു 3 വർഷത്തിലുള്ള ആൾക്കാർ, അവരെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് പയ്യന്നൂരിൽ. പയ്യന്നൂർ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘടനയാണിത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിന് മുമ്പ് ഒക്ടോബർ 2-ാം തീയതി നമ്മൾ ഗാന്ധി മന്ദിരത്തിൽ കുട്ടികൾക്ക് അന്നദാനം നൽകിയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഓഫർ കിട്ടി. കാരണം നമ്മളിത് ചോദിച്ചു വാങ്ങിയ ഓഫറാണ് സ്കൂളിലെ അധികൃതരോട്. കാരണം നമ്മുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട MLA ചോദിച്ചു വാങ്ങിയതാണിത്. കാരണം ഞങ്ങൾ ഇങ്ങനെ ഒരു ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നതാണ്. കാരണം പയ്യന്നൂർ ഏരിയ ഭാഗത്ത് നമുക്ക് നമ്മുടേതായിട്ടൊരു അഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ പലരും ഇപ്പോൾ അവധിക്കൊക്കെ നാട്ടിലെത്തിയതായിരിക്കും. അപ്പോൾ നിങ്ങളുടേതായ ഒരുപാട് തിരക്കുകളുണ്ടോ? കുറച്ച് സമയം മാത്രമേ വീട്ടുകാരുടെ കൂടെയൊക്കെ താമസിക്കാൻ പറ്റുള്ളൂ. ആ സമയമാണ് നിങ്ങളിപ്പോൾ ഇതിനു വേണ്ടി വിനിയോഗിക്കുന്നത്? തീർച്ചയായിട്ടും. ഇതിൽ കൂടുതലും ആൾക്കാർ സർവീസ് ഉള്ള ആൾക്കാരാണ്. ഇതിൽ 2-3 ആൾക്കാർ മാത്രം സർവീസിൽ പിരിഞ്ഞ ആൾക്കാരുണ്ട്. ബാക്കി എല്ലാവരും ലീവിൽ വന്ന ആൾക്കാരാണ്. അവർ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാർ, കൂടുതലും ആൾക്കാർ ഈ ഒരു റീസൺ പറഞ്ഞുകൊണ്ട് ലീവിൽ വന്ന ആൾക്കാരുണ്ട്. ഈ ഒരു പ്രോഗ്രാം നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അടുത്തുള്ള ആൾക്കാർക്ക് അതിനുവേണ്ടി ലീവിൽ വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നു. നമ്മളെന്തായാലും ഏറ്റെടുത്ത കാര്യമാണ്. നമ്മൾ നന്നായിട്ട് ദൗത്യം പൂർത്തിയാക്കി ചെയ്യുന്നത്. അതെ. ഇപ്പോൾ ഈ മഞ്ഞപ്പിത്തമൊക്കെ ഒരു പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിന്റെ കാര്യത്തിൽ, കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. എനിക്ക് ഇവിടുന്ന് സ്കൂൾ അധികൃതർക്ക് കൂടുതലും എനിക്ക് ഇതിൻ്റെ ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം കിട്ടിയത്, ഞങ്ങൾ സോൾജേഴ്സ് ഇല്ലതുകൊണ്ട് അവർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ അത്രക്കും കെയർ ആയിട്ടല്ലേ കൊടുക്കാറ്? അതെ, തീർച്ചയായിട്ടും. ഞങ്ങളത് ഫിൽറ്റർ ചെയ്ത വെള്ളം നഗരസഭയിൽ നിന്ന് വാങ്ങിയിട്ട് അതിന് വീണ്ടും 13 രാമച്ചൊക്കെ ഇട്ട് ചൂടാക്കിയിട്ടാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അത് ഫുള്ളായിട്ട് തിളച്ചതിന് ശേഷം അവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം അതാണ് ഇവിടെ കൊടുക്കുന്നത്. അതെ. അപ്പോൾ ഏത് സമയത്തും ജാഗരൂകരായിരിക്കുന്ന ഈ സോൾജിയേഴ്സ് ഇവിടെ എടുത്തിരിക്കുന്ന ഒരു കർമ്മവും അതിന്റെ കൃത്യമായ രീതിയിൽ തന്നെ നിറവേറ്റുന്നുണ്ട്. അവർക്ക് എല്ലാ ഭാവങ്ങളും നേരുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കലോത്സവ നഗരിയിൽ നിന്നും KN വർഷ.